നമസ്കാരം. ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC 2026 ജനുവരിയിൽ നടത്തിയ കെയർടേക്കർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം. ഉത്തരം ഓപ്ഷൻ സി, സ്വദേശി പ്രസ്ഥാനം. 1887 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, കാൺപൂർ നാനാ സാഹിബ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ലോങ് മാർച്ച് ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ചൈനീസ് വിപ്ലവം. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, AK ഗോപാലൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? ഉത്തരം ഓപ്ഷൻ എ, സഫ്രീന ലത്തീഫ്. ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സമോഅ എന്നീ ദ്വീപസമൂഹങ്ങൾ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ എ, ശാന്തസമുദ്രം. വടക്കേ അമേരിക്കയിലെ സാൻറ്റ് ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 2ഉം 4ഉം. 2 ഉപരിതല ഫലകങ്ങളുടെ ചലനം, 4 ദുർബലമായ ഫലക അതിരുകൾ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഭൂവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാകുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ? ഉത്തരം ഓപ്ഷൻ ഡി, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ഇന്ത്യയുടെ ധാതുസമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ സി, ഛത്തീസ്ഗഡ്. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപസമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, അൽവാരോ. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെറ്റായ ഉത്തരം. ദേശീയ ആസൂത്രണ സമിതി 1938, ബോംബെ പദ്ധതി 1944, ആസൂത്രണ കമ്മീഷൻ രൂപീകരണം 1950 എന്നിവ ശരിയാണ്. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3 എന്നിവ ശരിയാണ്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയമേത്? ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉം. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം, ലേസേ ഫെയർ സിദ്ധാന്തം. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ചുവടെ തന്നിട്ടുള്ളവയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി, 1, 2, 3. ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 3ഉം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി.
ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിലെ ആദായനികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം. 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. താഴെ തന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? ഉത്തരം ഓപ്ഷൻ എ എച്ച് സി മുഖർജി, വി ടി കൃഷ്ണമാചാരി. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി അയർലൻഡ്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 360. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ വനം, വൈദ്യുതി. ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം രാജ്കുമാർ ഗോയൽ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അശ്വിനി വൈഷ്ണവ്. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവരിൽ ആർക്കാണ് അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ എ സ്പീക്കർ. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഉഷസ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയിലാണ് മനസ്വിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പി സദാശിവം. താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി ശ്രീദേവി. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. തലച്ചോറിനെയും സുഷിമ്നെയും ആവരണം ചെയ്തു കാണുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓസ്റ്റിയോപൊറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി നിപ്പ. വൺ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? ഉത്തരം ഓപ്ഷൻ സി അതിറോസ്ക്ലിറോസിസ്. കേരളത്തിൽ കടലിൻ്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി മണൽ ഖനനം. ജനസീസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ബംഗളൂരു. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആറളം വന്യജീവി സങ്കേതം. ഡൊറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം? ഉത്തരം ഓപ്ഷൻ ബി മൈക്രോവേവ്. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില? ഉത്തരം ഓപ്ഷൻ സി കുറയുന്നു.
ഭൂമിയുടെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം g ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം. ഉത്തരം ഓപ്ഷൻ എ g/4. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ജ്യോതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ആയ ചെനാബ് റെയിൽ പാലം ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവവുമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്? ഉത്തരം ഓപ്ഷൻ എ ഐസോമറുകൾ. വാതകമർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഓപ്ഷൻ ബി മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി ഹാലോജനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ? ഉത്തരം ഓപ്ഷൻ ബി വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം. ബ്രിട്ടീഷുകാരെ വെണ്ണീചനെന്ന് വിളിച്ചു. സ്വാമിത്തോപ്പിൽ ജനിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമേത്? ഉത്തരം ഓപ്ഷൻ എ വിദ്യാവിലാസിനി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം. കല്യാണമൽ സർദാർ കെ.എം. പണിക്കർ, പ്രേമാമൃതം CV രാമൻപിള്ള. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർലൈനർ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹാൻ കാങ്. ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി റാം. ചുവടെ കൊടുത്തവ പൊരുത്തപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, DBMS പാക്കേജ് MySQL, ഇമേജ് എഡിറ്റർ ജിംബ്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ LibreOffice ഇംപ്രസ്. താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം മാത്രം. മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്. MS എഡ്ജ് എന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ വെബ് ബ്രൗസർ. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ചു ഭീഷണിപ്പെടുത്തുന്നത് ഏതുതരം സൈബർ കുറ്റകൃത്യമാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൈബർ സ്റ്റാക്കിംഗ്. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത? ഉത്തരം ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീലധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഏത് പദവിയിലിരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ?
ഉത്തരം ഓപ്ഷൻ എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം. ഉത്തരം ഓപ്ഷൻ എ അധ്യായങ്ങൾ 5, വകുപ്പുകൾ 37. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത്. ഉത്തരം ഓപ്ഷൻ ഡി ബി അല്ലെങ്കിൽ സി. ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി. ഉത്തരം ഓപ്ഷൻ ബി അനുരാധ താക്കൂർ. സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്. ഉത്തരം ഓപ്ഷൻ സി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ.